അതുപോലെ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അപ്ഡേറ്റ് ആയിട്ട് പഠിക്കണം. അതാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് നമുക്ക് ICD ഗൈഡ് ലൈൻസ് ഒക്കെ എടുക്കുമ്പോൾ എല്ലാ ഗൈഡ് ലൈൻസും ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി പറ്റാതെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിന്റെ ഗൈഡ് ലൈൻസ് ആണ് ഓർമ്മ വെക്കണം. എന്നാൽ പിന്നെ നമുക്ക് അതിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മിസ്റ്റേക്സ് വരുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് വന്നോ എന്നുള്ളത് മനസ്സിലാക്കാൻ ആ ഗൈഡ് ലൈൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ CPT ആണെങ്കിലും പിന്നെ മാക്സിമം നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യുന്നോ അത്രയും നമുക്ക് CPC അറ്റൻഡ് ചെയ്യാനുള്ള കോൺഫിഡൻസ് വരും. അത് ഈ ഓഫ് ചെയ്യുകയാണെങ്കിൽ അതെ എവിടെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുമോ നമുക്ക് കളക്ട് ചെയ്തിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കാം. അത് മാത്രമാണ് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ ബുക്ക് നമുക്ക് ഔട്ട് എക്സാം ആണ്. അപ്പൊ ബുക്ക് നമ്മുടെ കയ്യിൽ കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കണ്ടിട്ട് ബൈഹാർട്ടാക്കാൻ വളരെ മോശം അനാട്ടമി പോർഷൻ മാത്രമേ നമുക്ക് ബൈഹാർട്ടാക്കാനുള്ളൂ. ബാക്കി നമ്മൾ ബുക്കിന് പോർഷൻ നമുക്ക് നല്ല ക്ലിയറാവും. ബുക്കിൽ എവിടെ ഏതൊക്കെ ഏരിയയിൽ ഏതൊക്കെ കൊണ്ടുവരുന്ന കാര്യങ്ങൾ നമ്മൾ സ്ഥലമാക്കി വെക്കണം, നമുക്ക് മനസ്സിലാക്കി വെക്കണം. അത്രേ ഉള്ളൂ. പിന്നെ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. നല്ല ട്രെയിനിങ് നമുക്ക് കിട്ടുന്നുണ്ട്. എന്ത് ഡൗട്ടുകളും ക്ലിയർ ചെയ്യാനും നമുക്ക് ആൾക്കാരുണ്ട്. അതുള്ളൂ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുള്ള ഗൈഡ് ലൈൻസ് തരവാക്കുക. അത് അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യാം. ഇവിടുന്ന് നമുക്ക് കറക്റ്റ് ഒരു ടൈം ഫ്രെയിമിലാണ് നമുക്ക് എല്ലാം ചെയ്യാൻ തരുന്നത്. അത് അതേ ടൈമിൽ നമ്മൾ ചെയ്ത് തിരിച്ചയക്കാം. എല്ലാവരും കൂടി ലാസ്റ്റ് വെച്ചിട്ട് ഓവർലോഡ് ആക്കാതെ ഓരോ റിലാക്സ് ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഉഷാറായിട്ട് ചെയ്യാം.